വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവം, യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് എഴുതിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? അതെന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കാരണം അഗ്നി സൃഷ്ടിയാണ്. അങ്ങനെ ഇരിക്കെ സൃഷ്ടാവായ ദൈവം അഗ്നിയാകുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതായത് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സത്യദൈവത്തെ അറിയുവാൻ മനുഷ്യർക്ക് വിവേകം കൊടുക്കാനാണ് ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന ആ സെന്റൻസ് പൂർത്തിയാകുന്ന പ്രകാരമാണ്, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ആര്? ക്രിസ്തു എന്ന ദൈവപുത്രൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തു ദൈവമെന്നും യേശുക്രിസ്തുവിൻ്റെ പിതാവ് ദൈവമെന്നും അവൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്നും എല്ലാം പല വിധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാകുന്നു. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഓരോ സ്ഥലത്തും ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടുള്ളതും ദൈവമെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളതും ദൈവം എന്ന സ്ഥാനം വഹിക്കുന്നതുമായ ഏതൊക്കെ വചനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ശക്തികളുണ്ടോ, ഏതൊക്കെ കാഴ്ചകളുണ്ടോ, അതെല്ലാം നമുക്ക് ഇതിൽ കൂടി ചിന്തിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവപുത്രനായ ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. ആരാണ് ദൈവപുത്രനായ ക്രിസ്തു? ഈ ലോകത്തിൽ മറിയ എന്ന കന്യകയിൽ ജാതനായി ലോകത്തിൽ ജനിച്ച് 33 വയസ്സ് വരെയും ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശു അത് ദൈവമാകുന്നുവോ? അത് നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങൾക്കും മറ്റുത്തരങ്ങൾ പറയേണ്ടി വരും. അതായത്, ഇത് ദൈവം ജനിക്കുമോ? ദൈവം നിലവിളിക്കുമോ? ദൈവം വിശക്കുമോ? ദൈവത്തിന് വിശക്കുമോ? ദൈവം മരിക്കുമോ? ദൈവം ശവമായിട്ട് കല്ലറയിൽ ഇരിക്കുമോ? ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ സത്യദൈവവും നിത്യജീവനും പറഞ്ഞിരിക്കുന്നത്, അവന് ഇവിടെ വന്നിരിക്കുന്ന ഈ യേശു എന്ന മനുഷ്യൻ എന്ന് പറയുന്നത് നിഴലാണ്. എന്തിന്റെ നിഴല്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്താണ് അത്യുന്നതന്റെ ശക്തി? അത്യുന്നതന്റെ ശക്തിയെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു എന്ന ദൈവപുത്രൻ തന്നെയാണ് ദൈവശക്തി. ആ ദൈവശക്തി ആകുന്ന ക്രിസ്തു എന്ന ദൈവപുത്രന്റെ നിഴലാണ് ഭൂമിയിൽ ജീവിച്ച യേശു. അപ്പോ ഇവിടെ ജനിച്ച് ജീവിച്ച യേശു, അവൻ മനുഷ്യനാണ്. അവനിൽ വസിച്ച ദൈവം, അത് ദൈവമാണ്. അപ്പോൾ ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പേ അവൻ ദൈവപുത്രനായിട്ട് ലോകത്തിൽ, സ്വർഗത്തിലുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്ത് വചനം നമുക്ക് പറയാൻ പറ്റും? യേശു ഇവിടെ വരുന്നതിന് മുമ്പ്, യേശു ഇവിടെ വന്നത്, യേശു എന്ന മനുഷ്യൻ നിഴലായിട്ടാണ് ഇവിടെ ജീവിച്ചത്. അതിനൊരു പൊരുളുണ്ട്. അത് ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ദൈവപുത്രനായ ക്രിസ്തു ഇരിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിലാണ്. ദൈവത്തിന്റെ സിംഹാസനം എവിടെയാ? സ്വർഗത്തിലാണ്. അതിനെക്കുറിച്ച് പറയുന്ന വചനഭാഗങ്ങൾ ആദ്യം നമ്മൾ ഗ്രഹിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് തിരിയാൻ. അതിലെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കേണ്ടത് 115-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ വായിക്കാം. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്.
തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. സങ്കീർത്തക്കാരൻ ചോദിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ഈ ജീവിതം വളരെ കഷ്ടതയിലായിരിക്കുന്നു. ജാതികൾ നോക്കി പറയല്ലേ, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് പറയല്ലേ എന്ന് സങ്കീർത്തനക്കാരൻ വിലപിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എവിടെ ഇരിക്കുന്നു? ദൈവം സ്വർഗത്തിൽ എവിടെ ഇരിക്കുന്നു? ദൈവം സർവ്വവ്യാപിയല്ലേ. ദൈവം ഇല്ലാത്തൊരിടം എവിടെയാ ഉള്ളത്? ഭൂമിയുടെ അധോഭാഗം കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന്. ദൈവം ഇല്ലാത്തൊരു ഇടമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്? ഇനി സ്വർഗത്തിൽ എവിടെ ഇരിക്കുന്നു? അവിടെ നമുക്ക് വായിക്കാം. 11-ാം സങ്കീർത്തനം വായിക്കാം. 11-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. കർത്താവ് സഹോദരൻ, അപ്പോ ദൈവം സ്വർഗത്തിലാണെന്ന് 115-ാം സങ്കീർത്തനം വായിച്ചു. സ്വർഗത്തിൽ എവിടെയെന്നുള്ള ചോദ്യത്തിന് അവിടെ മന്ദിരത്തിലാണെന്ന്, അവിടെ ഒരു മന്ദിരമുണ്ട്, അതിലാണെന്ന് വായിച്ചു. ആ മന്ദിരത്തിൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ സിംഹാസനത്തിലാണെന്ന് വായിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കണം. 1 സ്വർഗത്തിലാകുന്നു, 2 സ്വർഗത്തിൽ മന്ദിരത്തിലാകുന്നു, 3 സ്വർഗത്തിൽ മന്ദിരത്തിൽ സിംഹാസനത്തിലാകുന്നു. അപ്പൊ സ്വർഗത്തിൽ സിംഹാസനത്തിൽ, സ്വർഗത്തിൽ മന്ദിരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരാൾ വേണമല്ലോ. സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തികൾ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൂതന്മാരാകട്ടെ ആരും ആകട്ടെ ഇരിക്കാൻ ഒരാൾ വേണം. അങ്ങനെ ഒരാളാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മന്ദിരത്തിലാണെന്ന് പറയും. മന്ദിരത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിംഹാസനമുണ്ട്, ആ സിംഹാസനോട് ഇരിക്കാന്ന് പറയുന്നു. അപ്പോൾ അവിടെ അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന് ഇരിക്കാനൊരിടം അതിൻ്റെ ആവശ്യമില്ല. കർത്താവ് തന്നെ പറഞ്ഞു യെശയ്യാപ്രവചനത്തിൽ, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകും. ഞാൻ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്വർഗം എൻ്റെ സിംഹാസനമാകും, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാണ് ഇതൊക്കെ ഉളവായി തീർന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരാൾക്കും ദൈവത്തിന് ഒരു സിംഹാസനമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമോ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞതിനർത്ഥം. പിന്നെ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാ? ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ വായിച്ചു കേട്ടല്ലോ. 115-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. 11-ാം സങ്കീർത്തനത്തിൽ സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ ദൈവ സിംഹാസനത്തിലുണ്ട്. ഇനി സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ളത് ചിന്തിച്ചാൽ മതിയല്ലോ. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരാളും ഇരിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പായി. ഏതൊക്കെ? സ്വർഗം, സ്വർഗത്തിൽ മന്ദിരം, മന്ദിരത്തിൽ സിംഹാസനം, സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളാരാ? സ്വർഗത്തിൽ ഇരിക്കുന്ന ആളാരാ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്, ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഇരിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്ന ദൈവപുത്രനാണ്, ഏകജാതനായ പുത്രനാണ് ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, നോ മാൻ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി ടൈം. ദ ഓൺലി ബിഗോട്ടൻ സൺ വിച്ച് ഈസ് ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ ഹി ഹാസ് ഡിക്ലെയർഡ് ഹിം. അതായത് ദ ഓൺലി ബിഗോട്ടൻ സൺ, ദൈവത്തിന്റെ ഏകജാതൻ, വിച്ച് ഈസ് ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ, അതായത് പിതാവിന്റെ മാർവിൽ വസിക്കുന്നവൻ.
മലയാളത്തിൽ മടിയിൽ വസിക്കുന്നവൻ എന്നാ. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ബോസത്തിൽ വസിക്കുന്നവൻ, അതായത് ഹൃദയത്തിൽ വസിക്കുന്നവൻ. അപ്പോൾ ദൈവത്തെ കാണാൻ പാടില്ല, ഹൃദയത്തിൽ വസിക്കുന്ന പുത്രനെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കതിൻ്റെ വിശദീകരണം വചനപ്രകാരം നമുക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്നുകൂടെ ചിന്തിക്കാം. അതായത് സ്വർഗത്തിൽ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെവിടെ? അവിടെ വിശുദ്ധ മന്ദിരമുണ്ട്, അവിടെ അതിനകത്തുണ്ട്. വിശുദ്ധ മന്ദിരത്തിലെവിടെ? അവിടെ ഒരു സിംഹാസനമുണ്ട്, സിംഹാസനത്തിലുണ്ട്. സിംഹാസനത്തിലെവിടെ? സിംഹാസനത്തിൽ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ള ഒരാളെ കാണാം. ഈ ആളാണ്, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആള് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്, മാർവിലാണ്. അതെന്താ ദൈവത്തിൻ്റെ മാർവിലിരിക്കണേ? ഒരു മനുഷ്യൻ തൻ്റെ കൊച്ചിനെ മാർവിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുവാണ്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മൾ ഗ്രഹിക്കണം. ഇവിടെ ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്ന ആൾ ആരാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആളുടെ പേര് ഒന്ന് ക്രിസ്തുവാണ്, ഒന്ന് ദൈവപുത്രനാണ്. ഇത് രണ്ടും നമ്മൾ ഗ്രഹിച്ചു. എന്നാൽ ഈ ദൈവപുത്രനും വേറൊരു അവസ്ഥയും കൂടെയുണ്ട്. ആ അവസ്ഥയെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ 23 മുതൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഈ ആൾക്ക് അവിടെ മറ്റൊരവസ്ഥയാണ് ദൈവജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ഈ ആൾക്ക് നമ്മളിപ്പോൾ 3 പേര് മുഖ്യമായിട്ട് കണ്ടു കഴിഞ്ഞു. ഒന്ന് ക്രിസ്തുവാണ്, അത് തന്നെയാണ് ദൈവപുത്രൻ, അത് തന്നെയാണ് ദൈവശക്തി, അത് തന്നെയാണ് ഈ പറഞ്ഞ ദൈവജ്ഞാനം. ഒരു മനുഷ്യൻ്റെ ജ്ഞാനം എവിടെ ഇരിക്കുന്നു? സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു. മനുഷ്യൻ്റെ ജ്ഞാനം ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. ഒരു വ്യക്തിയുടെ ജ്ഞാനം ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. അത് ദൂതൻ്റെ ആയിരുന്നാലും മനുഷ്യൻ്റെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ആയിരുന്നാലും അവൻ്റെ ജ്ഞാനം വസിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. ഈ ഇരിക്കുന്നയാൾ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ള ആൾക്ക് വിവിധ രൂപങ്ങളുണ്ട്. ഒന്ന്, ആ ആൾ വചനത്താൽ വെളിപ്പെടും. ഈ ഇരിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് വചനത്താൽ വെളിപ്പെടും. അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ള ദൈവപുത്രനായിട്ട് വെളിപ്പെടും, ശക്തിയായിട്ട് വെളിപ്പെടും. അതുപോലെ തന്നെ ജ്ഞാനമായിട്ട് വെളിപ്പെടും. ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനമായിട്ട് വെളിപ്പെടും. അപ്പോൾ ദൈവപുത്രന് തന്നെ വിവിധ പ്രത്യക്ഷതയിൽ ഒന്നാണ് ദൈവജ്ഞാനം. മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ ഹൃദയത്തിലിരിക്കുന്നതിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, അതായത് മൂലഭാഷ കേട്ടല്ലോ, മാർവിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ഹൃദയത്തിലിരിക്കുന്നതാണ് ഈ ദൈവജ്ഞാനം. അപ്പോൾ കാണുന്നത് ആരെയാ? കാണുന്നത് പുത്രനെ. എവിടെ ഇരിക്കുന്നു? അപ്പോൾ ദൈവവും പുത്രനുമായിട്ടുള്ള ബന്ധം എന്താ? ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് പുത്രൻ ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ദൈവത്തെ കാണാത്ത എന്താ? ദൈവാദർശനാണ്. ജ്ഞാനത്തെ കാണുന്നത് എന്താ? ജ്ഞാനം ദൃശ്യമാണ്. ജ്ഞാനം ഉളവായതാണ്, സൃഷ്ടിയാണ്. സകല പ്രപഞ്ചത്തിന് മുമ്പേ ദൈവം ഉളവാക്കിയതാണ് ജ്ഞാനത്തെ. ആ ഉളവാക്കിയത് കൊണ്ട്, സൃഷ്ടി ആയതുകൊണ്ട് കാണാം. ആദ്യം ഉളവായി വന്നത് സകല പ്രപഞ്ചത്തിന് മുമ്പേ ദൈവത്തിൽ നിന്ന് ഉളവായി വന്നതാണ് ദൈവപുത്രനായ ദൈവജ്ഞാനം. അതുകൊണ്ട് അതിനെ കാണാം. വീണ്ടും അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഒരു സാധാരണ മനുഷ്യനോട് ദൈവം എവിടെയാ? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എവിടെയാ? സ്വർഗത്തിൽ ഞങ്ങളുടെ ദൈവത്തിനൊരു മന്ദിരമുണ്ട്. മന്ദിരത്തിൽ എവിടെയാ? മന്ദിരത്തിൽ ഒരു സിംഹാസനമുണ്ട്, അതിലാണ്. സിംഹാസനത്തിൽ എവിടെയാ? സിംഹാസനത്തിൽ ഇരിക്കുന്നയാള് ദൈവപുത്രനാണ്. ദൈവമല്ല, ദൈവപുത്രനാണ്. അവനാണ് അദർശനായ ദൈവത്തിൻ്റെ പ്രതിമ. അവൻ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്.
ദൈവത്തെ കാണാൻ പാടില്ല, ഇരിക്കുന്ന ജ്ഞാനത്തെ കാണാം. ആ ജ്ഞാനം തന്നെയാണ് ദൈവപുത്രൻ. ദൈവശക്തിയും ദൈവപുത്രനും ദൈവജ്ഞാനവും ആയ ക്രിസ്തു. ഇതെല്ലാം ഒരാളാണ്. അപ്പൊ കാണുന്നവൻ, ഇവനെ കാണുന്നവൻ ദൈവത്തെ എങ്ങനെ കണ്ടെന്ന് പറയാം? ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കാണാൻ പറ്റില്ല. അവന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവജ്ഞാനത്തെ കാണാം. ആ ദൈവജ്ഞാനത്തെ കണ്ടവൻ പിതാവിനെ കണ്ടു. ആ പുത്രനിൽ കൂടി അല്ലാതെ ദൈവത്തെ കാണാൻ സാധിക്കില്ല. ദൈവത്തെ വെളിപ്പെടാനും സാധിക്കില്ല. ദൈവത്തിലെത്താനും സാധിക്കില്ല. അപ്പൊ ഈ കാണുന്നയാള് ദൈവമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, അവൻ ദൈവജ്ഞാനമാണ്. ഒരു മനുഷ്യനും മനുഷ്യന്റെ ജ്ഞാനവും രണ്ടാണോ? അല്ല. അവന്റെ ഭാഗം തന്നെയാണ് ആ ആം, ആ ജ്ഞാനം. അത് അങ്ങനെ പഠിക്കുമ്പോൾ ഇയാള് ദൈവം തന്നെയാ. ഇയാള് ദൈവം തന്നെയാ. ഒരു മനുഷ്യനോട് ഉദാഹരണമായിട്ട് ഒരു മനുഷ്യനോട് ഒരു 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 ഒലിവ് മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒലിവ് മരം കണ്ടിട്ടില്ല. ചിത്രം വരയ്ക്കാനുള്ള കെൽപ്പ് ആ മനുഷ്യന് ഇല്ല. അദ്ദേഹം അത് കേട്ട് വരയ്ക്കാൻ സാധിക്കാതെ പോയി. അപ്പോൾ വീണ്ടും പറഞ്ഞു, നിനക്ക് ഇനി ഒരു ചാൻസ് കൂടെ തരും. അപ്പോഴത്തേക്ക് നീ പഠിച്ചുകൊണ്ട് വന്നാൽ മതി. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പോയി ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വന്നതിന് ശേഷം ഈ ചിത്രം വരച്ച് ഭംഗിയായിട്ട് എല്ലാവരും വരയ്ക്കുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ വരച്ച് എല്ലാവരും അംഗീകരിച്ച് അവന് മാർക്കും കിട്ടി, അവന് സമ്മാനവും കിട്ടി. ഒലിവ് മരം വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആർക്കാ? അതും അവന് തന്നെ. വരയ്ക്കാനുള്ള ജ്ഞാനത്തോടുകൂടി വരച്ചതാരാ? അതും അവൻ തന്നെ. ഇവന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അവനാണോ? അവന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതിനു മുമ്പ് അവന്റെ ഭാഗം ഇല്ലാതിരുന്നൊരു ഭാഗം അവന് ഉണ്ടായോ? ഉണ്ടായി. അവൻ പ്രാപിച്ച ജ്ഞാനം ഉണ്ടായി. അത്രേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവപുത്രൻ ഈ സകല പ്രപഞ്ചവും ഉണ്ടാക്കാൻ വേണ്ടി, പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉളവാക്കിയ ജ്ഞാനമാണ് ഈ പുത്രൻ. ഈ പുത്രനിൽ നിന്നാണ് സകല പ്രപഞ്ചവും ഉളവായി വന്നത്. ഈ ലോകം ഉളവായി വന്നിരിക്കുന്നത് ഈ പുത്രനിൽ നിന്നാണ്. കാലാവസാനത്തെങ്കിലും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ പുത്രനെയാണ് ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. അവൻ ദൈവജ്ഞാനമാണ്, ദൈവശക്തിയാണ്, ക്രിസ്തുവാണ്. അവൻ ദൈവജ്ഞാനമാണ്. കർത്താവിന് സ്തോത്രം. സ്വർഗം, മന്ദിരം, സിംഹാസനം, സിംഹാസനത്തിൽ ഒരുവൻ, ഹൃദയത്തിലിരിക്കുന്ന ദൈവപുത്രൻ, ദൈവം. അപ്പോൾ ക്രിസ്തു ദൈവമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കാണാമല്ലോ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ കൂടി, ജ്ഞാനത്തിൽ കൂടി അതിൻ്റെ ഉടമസ്ഥനെ കാണുന്നത് പോലെ, ജ്ഞാനത്തിൽ അതിൻ്റെ ഉടമസ്ഥനായ വ്യക്തിയെ കാണുന്നത് പോലെ ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം അവൻ ദൈവപുത്രനാണ്. പുത്രനുള്ളവന് പിതാവുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.